12 വയസ്സിൽ വന്ന് കയറിയാണ് ഞാനിവിടെ. ഇതുവരെ ഒരു കുറവും സുമേഷേട്ടന് ഞാൻ വരുത്തിയിട്ടില്ല. ഒരു മകനുണ്ട്, തിരിഞ്ഞു നോക്കാറില്ല. അതിന്റെ കുട്ടികളെ വരെ നോക്കണം സുമേഷേട്ടനാണ്. അതെ, ഞാൻ മൂപ്പരൊന്ന് പരിശോധിക്കട്ടെ. കേട്ടോ, ഒന്നും വരുത്താൻ കുറവുണ്ടോ സാറേ? എന്തെങ്കിലും കഴിച്ചിനോ? ഒരു കുറ്റി പുട്ടും 2 പപ്പടവും 1 കാപ്പിയും കഴിച്ചു. ഈ മനുഷ്യനോ? അല്ല, നാനേ നിങ്ങളുടെ കാര്യമല്ല, ഇയാളെന്തെങ്കിലും കഴിച്ചോന്നാ ചോദിച്ചേ. ഒന്നും കഴിക്കണില്ലല്ലോ. ഞാൻ ചോറ് വരെ അരച്ചിട്ടാ കൊടുക്കണത്. പക്ഷെ ചുണ്ടിന്റെ അവിടേക്ക് എത്തുമ്പോഴത്തേക്കും തുപ്പുകയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം തൊട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ഈ ശബ്ദം അങ്ങനെ എപ്പോഴും ഉണ്ട്. 12 ആയിപ്പോ. എന്ത് സമയേ? ഞാൻ പൾസാണ് നോക്കണേ. അതെ. ഈ ശബ്ദം എന്താ സാർ അങ്ങനെ എപ്പോഴും? ശ്വാസം മുട്ടലാണ്. സ്ഥിതി കുറച്ച് വസലാ. എൻ്റെ ദേവിയെ സാറേ, എങ്ങനെയെങ്കിലും എന്നെ രക്ഷപ്പെടുത്തണം നിങ്ങൾ. സൂക്കടിക്കാക്കല്ലേ? അല്ല, ആള് പോയ എന്നെ പിന്നെ ഇവിടെ നിർത്തില്ലേ. ഞാൻ 12 വയസ്സിൽ വന്ന കാരണം എന്നെ ഇവിടെ ഇങ്ങനെ കൂടെ കൊണ്ട് നടത്തുകയാണ്. ഒരാൾക്ക് എന്നെ കണ്ടുകൂടാ കാര്യം പറയണോണ്ടേ. അതാണ്, കിടക്കാനും കൂടി ഒരു ഇടം ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ പെട്ടുപോകും. ഞാൻ ഇനിയൊക്കെ പഠിച്ചോൻ്റെ കയ്യിലാണ്. പ്രാർത്ഥിക്കാം കേട്ടോ. ബാഗ് എടുത്തോളി. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ ഡോക്ടറെ? ഇമ്പ്രൂവ്മെൻറ്റ് പ്രഷർ അങ്ങേ തലയിലാ. പിന്നെ നല്ല ശ്വാസം മുട്ടില്ല. കംപ്ലീറ്റ് കഫം കെട്ടി കിടക്കാണ് ഉള്ളിൽ. നമുക്ക് ഹോസ്പിറ്റലിലോട്ടെല്ലാം കൊണ്ടുപോകേണ്ടി വരുമോ? അല്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് പെയിൻ ആൻഡ് പാലിയേറ്റീവിലേക്ക് ഒന്ന് കൊണ്ടുപോവാം. അവിടെ കൊണ്ടുപോയാൽ ഇപ്പോൾ ഭക്ഷണമൊന്നും കഴിക്കില്ല എന്ന് പോലെ. അപ്പോൾ അവിടെ ആകുമ്പോൾ ട്രിപ്പൊക്കെ കയറ്റി വയ്ക്കും ഒരു. ശരി സാറേ. പ്യാരിയേ, സ്ഥിതി വസല. 1.5 വർഷമായി സാറേ അച്ഛൻ കിടന്ന് ഈ വലി തുടങ്ങിയിട്ട്. എന്തെങ്കിലും ഒരു ആശ്വാസം. വലിക്കൽ ഇതാ നോക്ക്. ഞാൻ വന്ന് കയറിയ കാണുമ്പോഴേ ഉണ്ട്, നല്ല വലിയാണ്. അപ്പോഴേ ഉണ്ട്. ആ വലിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. വേറൊന്നും വലിക്കാറില്ല കേട്ടോ. ഈ ബീഡി തന്നെ ഉള്ളൂ. ശ്വാസം വലിക്കേണ്ട കാര്യമാണ് പറയണത്. അതെ. ശീതള ഒന്ന് വാടച്ചിട്ട് മിണ്ടാതിക്കോ. അപ്പോളേ നിങ്ങളിഷ്ടം പോലെ ചെയ്യാം. ആശുപത്രിയിൽ കൊണ്ടുപോകണമെങ്കിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവിൽ അഡ്മിറ്റ് ചെയ്താലും കുറച്ച് ഗ്ലൂക്കോസും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ട് കുറച്ച് ദിവസം കൂടിയൊക്കെ പോകും. അത് നിങ്ങളിഷ്ടം. സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യണതിൽ കുഴപ്പമില്ല. സാധ്യതയൊന്നുമില്ല, കാരണം അത്ര സ്ഥിതി മോശം. അപ്പോൾ കണ്ട വെള്ളം നനച്ച് കൊടുക്കുക എന്നാ പറയുന്നത്. എന്നാ പിന്നെ എന്തിനാ വെറുതെ എല്ലായിടത്തും കൊണ്ടുപോയി കിടക്കണത്? സമാധാനത്തിൽ ഇവിടെ കിടന്ന് മരിച്ചോട്ടെ. ആ ഒരു നേരമാണ്. കാരണം പ്രായമായ ആൾക്കാർക്കൊക്കെ അവനാൻ്റെ പെരയെ കിടന്ന് മരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വെറുതെ നിങ്ങൾ കൊണ്ടുപോകണ്ട. ഡോക്ടർ, നമുക്ക് ഈ ശ്വാസം മുട്ടകളുള്ള നെബുലൈസേഷൻ കൊടുത്ത് നോക്കാൻ പറ്റൂലേ? വേണം ചെയ്യാം. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് വലിയ കാര്യമില്ല. ഇത്രയും ക്രിട്ടിക്കലാണ് കേട്ടോ. പിന്നെ പ്രായം ഉണ്ടല്ലോ അച്ഛൻ അല്ലേ? ഈ ശ്വാസം വലിക്കണത് നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയണല്ലോ. എന്താ അപ്പോൾ ചെയ്യുക? എന്തായാലും അറിയിക്കേണ്ടവരൊക്കെ ഒന്ന് അറിയിച്ചാളി കേട്ടോ. കുടുംബക്കാരൊക്കെ ഒന്ന് അറിയിച്ചാളി. കൂടുതൽ ദിവസത്തേക്കൊന്നും പോകില്ല. അപ്പം ഞാൻ ഇറങ്ങട്ടെ. എന്താ പൈസ? ശരി. എന്താ ചെയ്യാൻ? നമുക്ക് മണ്ടുവിനെ അളിയനെ വിളിച്ചൊന്ന് അറിയിച്ചാലോ? ഈ 2 ദിവസം ഉള്ളൂ എന്നൊക്കെ പറയുമ്പോ ജീവനോടെ ഒന്ന് കണ്ടോട്ടെ. അതുപോലെ മറ്റേ ശശിമാമനെ ഒന്ന് അറിയിക്കണം. മാമന് കാണണമെന്ന് കുറേ നാളായിട്ട് പറയുന്നുണ്ട്. അല്ല, അച്ഛനെ വിളിക്കണ്ടേ? ആരാ അച്ഛനെ? അല്ല, നിങ്ങളുടെ അച്ഛനെ വിളിക്കുകയും കുട്ടികളെ. മൂത്ത മകനാണ്, ആ ഒരൊറ്റ മകനുള്ളൂ. അതിനെ വിളിക്കുകയും. എന്തിന് ആരോഗ്യത്തോടെ ഇരുന്നപ്പോൾ കാണിച്ചതും പറഞ്ഞതൊക്കെ മറന്നുപോയാ? എവിടെയാണെന്ന് ഓർത്ത് പോയി വിളിക്കാനാണ്. വിളിക്കണ്ട, മനസ്സെൻ്റെ വന്ന് കാണട്ടെ. അതൊന്നും വരില്ലാന്നേ. അല്ലേ വന്നല്ല മുതൽ. സത്യമായിട്ട് വന്നല്ലോ. ഇത് എങ്ങനെയാ അറിഞ്ഞിട്ടുണ്ടാവും? ആടിയിട്ടുള്ള വരവാണ്. ഇന്നും കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കഴിക്കാൻ പൈസ ഉണ്ട്. ഒരു നേരത്തെ മരുന്ന് മേടിച്ചു കൊടുക്കാൻ ഒന്നും പറയാൻ നിൽക്കണ്ട. അപ്പോ എന്തെങ്കിലും വന്ന് പറഞ്ഞിട്ട് പോയിക്കോട്ടെ. സത്യേട്ടോ,
എന്താടാ അന്നേരം കാറ്റ് പോയോ? എന്ത് മെനകെട്ട വർത്താനമാണ് അച്ഛീ പറയണത്? നീ മുണ്ടാണക്കടാ. എൻ്റെ തന്തേന് ശേഷമല്ലേ നിന്റെ അപ്പൂപ്പനായത്. എന്താ തെണ്ണം? ഇങ്ങോട്ട് മതിയോക്കടാ. നിന്റെ തന്ത ഞാനാണ് അല്ലേ? ഉവ്വ. ആ പക്ഷെ നിന്റെ നിപ്പ് കേട്ട് കഴിഞ്ഞാൽ എൻ്റെ തന്ത നീയേ തോന്നൂലോ. എൻ്റെ തന്ത അല്ല നിന്റെ തന്ത. എന്താണ്? അല്ല ഞാൻ സിനിമയിലത്തെ സംഭാഷണം പറഞ്ഞാണ്. എന്താണ് സിനിമയിലത്തെ സിനിമ? എന്ത് സിനിമ? അല്ല സിനിമയിലത്തെ സംഭാഷണം. എടാ അച്ഛൻ അവിടെ കിടത്തിന്ന് പറയണ. അച്ഛനകത്താണ്. അതോ? ഓ ആ അതാ കാണിക്കേ. നീ അങ്ങാട് ചെല്ലണ്ട. ഡോക്ടർ 2 ദിവസം കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പൂപ്പനി. ഇപ്പൊ തന്നെ എടുപ്പിക്കണ്ട. മുമ്പിൽ വന്നിട്ട് വരി സത്യേട്ടാ. അതെ അച്ഛൻ്റെ അടുത്തേക്ക് പോവാ. വരി അവിടെയാണ്. അതിനെ ആദ്യമായിട്ട് കൊല്ലാനാണ്. കഷ്ടം. നമ്മുടെ അപ്പൂപ്പന് പറ്റിയ ഒരേ ഒരു തെറ്റ്. അച്ചോ മിണ്ടാനൊന്നും വൈകില്ലേ? മിണ്ടാനൊന്നും വൈകില്ല. ഒന്നും പറയാറൊന്നുമില്ല. ഒന്നും പറയണ്ട. ആയ കാലത്ത് നല്ലോണം പറഞ്ഞിട്ടുണ്ട് എന്നെ. അവിടെ കിടക്കട്ടെ. ഞാനാ സത്യശീലനാ. ആകെയുള്ള ഒരു മകനാണ്. തന്തങ്ങനെ വലിച്ചു കിടക്കണ സമയത്ത് ആ മകൻ വന്നൊന്ന് കണ്ടില്ലെങ്കിൽ അതൊരു മോശമല്ലേന്ന് നാട്ടുകാർ വിചാരിക്കും. അപ്പം അതിൻ്റെ ഒരു മോശത്തരം കൊണ്ട് ഞാൻ ഇറങ്ങിയതാ, അല്ലാതെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല. അച്ഛാ അച്ഛ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. സുഖമില്ലാതെ കിടക്കല്ലേ. നടക്കടാ. ഞാൻ പറയണത് കേൾക്കുന്നുണ്ടോ? നമ്മുടെ വീടിന്റെ ആ സ്ഥലത്തിന്റെ ഒക്കെ ആധാരം ഇരിക്കുന്നത് എവിടെ? അലമാരയിൽ തന്നെയാണോ? അത് വേറെ എവിടേക്കെങ്കിലും സ്ഥലം മാറ്റി വെച്ചിട്ടുണ്ടോ? വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ എവിടുന്നേലൊക്കെ തെരഞ്ഞെടുക്കാം. എന്തായാലും ഈ വീട്ടിന്റെ ഉള്ളിൽ തന്നെ ആവുമല്ലോ. അതെ, ദൈവത്തെ ഓർത്ത് നിങ്ങളൊന്നും മിണ്ടാതിരിക്കൂ. ഒന്നും മിണ്ടണക്കടാ അവിടെ. 2 ദിവസം കൂടി ഉള്ളു. ആ പാവം സമാധാനമായിട്ടൊന്ന് കിടന്നോട്ടെ അവിടെ. ഓ എന്താ പാവം. എടാ എൻ്റെ തന്തയാണിത് കേട്ടാ, അല്ലാടെ നിങ്ങളുടെ തന്ത അല്ലല്ലോ. എനിക്കില്ലാത്ത ദണ്ണം നിങ്ങൾക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല. ഇതൊന്നങ്ങോട്ട് കാറ്റ് പോട്ടെ. ഈ വീടിന്റെയും സ്വത്തിന്റെയും മുഴുവൻ അവകാശം ഞാനാ. നമുക്ക് ആലോചിക്കാം. ഇത് ആലോചിക്കാനൊന്നുമില്ല. അത് ലോക നിയമമാണ്.